ഹലോ, സ്വീഡനാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കൺട്രി. ഒരുപാട് നല്ല എഞ്ചിനീയറിംഗ് കോഴ്സസും സയൻസ് കോഴ്സസും ടെക്നോളജി കോഴ്സസും മാനേജ്മെന്റ് കോഴ്സസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സ്വീഡനിലുണ്ട്. ഡിഗ്രി ചെയ്യാനും പോകാൻ പറ്റും, PG ചെയ്യാനും പോകാൻ പറ്റും. PG 2 ഇയേഴ്സ് ആണ്. PG കഴിഞ്ഞതിന് ശേഷം ഗ്യാരണ്ടീഡ് ആയിട്ട് 1 ഇയർ സ്റ്റേ ബാക്കും കിട്ടും. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ വെറും ഒരു 55% മാത്രം മാർക്ക് ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. IELTSന്റെ ആവശ്യമില്ല. ലാറ്ററൽ എൻട്രിയിൽ ഫിനിഷ് ചെയ്ത എഞ്ചിനീയറിംഗും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ നിങ്ങൾക്ക് ഒരു 70 അല്ലെങ്കിൽ 80% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കോളർഷിപ്സ് സ്വീഡനിൽ അവൈലബിൾ ആണ്. അപ് ടു 60% വരെ സ്കോളർഷിപ്സ് ലഭിക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സ്വീഡനിലുണ്ട്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റിന് ഡിപ്പെൻഡൻറ്റിനെയും കൂടെ കൊണ്ടുപോകാം. ഡിപ്പെൻഡൻറ്റിന് ഫുൾ ടൈം വർക്ക് ചെയ്യാം, സ്റ്റുഡൻറ്റിനും ഫുൾ ടൈം വർക്ക് ചെയ്യാം. കൂടെ പോകുന്ന കിഡ്സിന് ഫ്രീ എഡ്യൂക്കേഷനും കിട്ടും. നൈസ് അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്, ഇതൊക്കെ എളുപ്പമാണോ, നല്ല ടഫാവില്ലേ? ഒരിക്കലുമല്ല. ഈസി ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ആണ്. വിസക്കെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു 3 മാസം കൊണ്ട് നമുക്ക് വിസ ഓൾ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും സ്വീഡൻ നല്ലൊരു ഓപ്ഷനാണ്. 40 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് സ്വീഡിഷ് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.